2023 ഗോൾഡിന്റെ വില 40,000 രൂപ. 2026 ഗോൾഡിന്റെ വില 1,20,000 രൂപ. 3 വർഷത്തിൽ ഗോൾഡിന്റെ വില കയറിയത് 3 ഇരട്ടിയാണ്. അപ്പൊ 2030 ആവുന്ന സമയത്ത് ഗോൾഡിന്റെ വില 3 ലക്ഷം ആവുമോ ഇല്ലയോ? നമുക്ക് നോക്കാം. ഇതറിയാൻ ആദ്യം എന്തുകൊണ്ടാണ് ഗോൾഡിന്റെ വില ഇത്രയും കൂടിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗോൾഡ് ഒരു പ്രഷ്യസ് മെറ്റലാണ്, ലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഗോൾഡ് മാത്രമേ ഉള്ളൂ. ഈ ഗോൾഡിന്റെ ഇന്റർനാഷണൽ പ്രൈസ് തീരുമാനിക്കുന്നത് ഗ്ലോബലി ഉണ്ടാകുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. ഏതൊരു സാധനവും വാങ്ങാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പ്രൈസ് കൂടും. ഏതൊരു സാധനവും വിൽക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പ്രൈസ് കുറയും. 2020 കോവിഡ് വന്നു പോയതിനു ശേഷം എല്ലാ ഗവൺമെന്റുകളും പൈസ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. ഈ പൈസ പ്രിന്റ് ചെയ്യുമ്പോൾ കൂടെ വരുന്നൊരു സംഭവമുണ്ട്, ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എല്ലാ രാജ്യത്തെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഫ്ലേഷനെതിരെ അവരുടെ കറൻസിയെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ അസറ്റ് വേറൊന്നുമല്ല, ഗോഡ്സ് മണി എന്ന് പറയുന്ന ഗോൾഡാണ്. ഇപ്പൊ ലോകത്തിലെ കൊമ്പത്തിരിക്കുന്ന സെൻട്രൽ ബാങ്കുകളെല്ലാം ഗോൾഡ് വാങ്ങി ഖജനാവിൽ കൂട്ടി വെക്കാൻ തുടങ്ങി. അപ്പോൾ ഓബ്വിയസ്ലി ഡിമാൻഡ് കൂടാൻ തുടങ്ങി, ഗോൾഡിന്റെ പ്രൈസ് കയറാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വാങ്ങണ്ടെന്ന് വിചാരിച്ചിരുന്ന സെൻട്രൽ ബാങ്കുകളും പ്രൈസ് കയറി തുടങ്ങുന്നത് കാണുമ്പോൾ അവരും വാങ്ങി തുടങ്ങി. അങ്ങനെ പ്രൈസ് വീണ്ടും മുകളിലോട്ട് കയറി. ഇത് കണ്ട സമയത്ത് സാധാരണക്കാരനായ ആൾക്കാരും അത് പോയി വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഡിമാൻഡിന്റെ മുകളിൽ ഡിമാൻഡായി പ്രൈസ് റോക്കറ്റ് അടിച്ച് നിന്നു. ഇപ്പൊ രാജ്യങ്ങളുടെ എക്കോണമിയൊക്കെ കുറച്ച് സ്റ്റേബിൾ ആയി വരുന്ന സമയത്ത് ഈ ഗോൾഡിനെ ഈ സെൻട്രൽ ബാങ്കുകൾ സെല്ല് ചെയ്യണം. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും. ആ കാശ് യൂസ് ചെയ്തിട്ട് അവരുടെ എക്കോണമി ബെറ്റർ ആക്കാനും കൺസ്ട്രക്ഷനും അങ്ങനെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കും. ഇതാണ് സാധാരണ നടക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. ഇവിടെ അങ്ങനെ സംഭവിക്കുന്ന സമയം നോക്കിയാണ് യുദ്ധങ്ങളും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓരോ കാര്യങ്ങളും നടക്കാൻ തുടങ്ങിയത്. ഇതൊരു ഗ്ലോബൽ അൺസർട്ടനിറ്റിയെ കൂട്ടാൻ തുടങ്ങി. അപ്പൊ ഈ അൺസർട്ടനിറ്റി കാരണം ഏത് രാജ്യത്തിനും എപ്പോൾ വേണമെങ്കിലും എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും വരാം. ഓബ്വിയസ്ലി ഇൻഫ്ലേഷനും അതുപോലെ ബാക്കിയുള്ള പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് കാരണം സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിനെ സെല്ല് ചെയ്യാതെ തന്നെ സൂക്ഷിച്ചു തുടങ്ങി. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള ആൾക്കാർ വാങ്ങുന്നത് കൊണ്ട് ഗോൾഡ് ഒരു സ്റ്റേബിൾ ലെവലിൽ തന്നെ പിടിച്ചു നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റിൽ ആയി തുടങ്ങുന്ന സമയത്ത് സെൻട്രൽ ബാങ്കുകൾ ഇവരുടെ കയ്യിലുള്ള ഗോൾഡ് വിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഓബ്വിയസ്ലി സപ്ലൈ കൂടും, ഗോൾഡിന്റെ പ്രൈസ് താഴോട്ട് വരികയും ചെയ്യും. ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? സംഭവിക്കുകയാണെങ്കിൽ ഇതെപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യയിലെ ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് മാത്രമല്ല, ഇതിൽ ചെറിയൊരു കുറച്ച് വ്യത്യാസങ്ങളും കൂടെ ഉണ്ട്. ഇന്ത്യയുടെ ഗോൾഡ് പ്രൈസ് ഓബ്വിയസ്ലി തീരുമാനിക്കുന്നത് ഇന്റർനാഷണൽ പ്രൈസ് കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിന്റെ കൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഗോൾഡ് വളരെ കുറവായതുകൊണ്ട് ഭൂരിഭാഗം ഗോൾഡ് നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഈ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടിന്റെ മുകളിൽ ടാക്സ് ഇട്ടിട്ടുണ്ട്. ആസ് ഓഫ് നൗ ടാക്സ് വരുന്നത് 15%. അപ്പോൾ ഈ 15% കാരണം ഇന്ത്യക്കുള്ളിലെ ഗോൾഡ് കുറച്ചുകൂടെ വില കൂടും. വേറൊരു കാര്യം, ഗോൾഡിന്റെ പ്രൈസ് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ US ഡോളറിന്റെ കൂടെ കണക്ട് ചെയ്താണ് ഈ ഗോൾഡിന്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പി US ഡോളറിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് കൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോൾഡിന്റെ പ്രൈസ് കൂടും. എന്ന് വെച്ചാൽ $1 80 രൂപയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ വില കുറവായിരിക്കും. $1 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ വില കൂടും. അപ്പൊ ഇതാണ് കാര്യം. ഇപ്പൊ ഇന്ത്യയിൽ ഗോൾഡിന്റെ വില ഇത്രയും കൂടാനുള്ള ഒരു കാരണം ഇതും കൂടെയാണ്. ആദ്യത്തെ കാര്യം, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു റിലീഫും ഉണ്ടാവത്തില്ല. ഇനിയിപ്പോൾ കൂടുതൽ കൂട്ടിയാലേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. 2, ഇന്ത്യൻ റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ടോ? ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യക്കുള്ളിൽ വരണം. കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാതെ എക്സ്പോർട്ട് കൂട്ടണം. ഇതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇന്റർനാഷണലി ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്ന ഒരു അവസ്ഥ അത്ര നല്ലൊരു അവസ്ഥയല്ല. എക്കോണമിക്കലി നമ്മൾ കുറച്ച് ബാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. US-ഉം ചൈനയുമായിട്ടുള്ള ഡീലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ സൈഡായി പോകും. ഇന്ത്യ സൈഡായി പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും വരത്തില്ല. അത് മാത്രമല്ല, ഇന്ത്യയിലെ ടാക്സും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട്, എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിന് ഇന്ത്യയിൽ ടാക്സും കാര്യങ്ങളും ഒത്തിരി കൂടുതലായതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഒത്തിരി ഇൻവെസ്റ്റേഴ്സ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റൊഴിച്ച് കാശ് പുറത്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫണ്ട് തിരിച്ചു വരാനും സാധ്യത വളരെ കുറവാണ്. ടാക്സ് കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുവരെ ഒരു സാധ്യതയും ഇല്ല. പിന്നെ ഗ്ലോബൽ പ്രശ്നങ്ങളായ യുദ്ധവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അങ്ങ് ടോപ്പിലിരിക്കുന്ന ട്രംപ് പോലെയുള്ള ആൾക്കാർ തീരുമാനമെടുക്കണം.
പക്ഷേ ട്രംപിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒന്നിന് പിന്നിൽ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ടാരിഫിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, ഇനി അടുത്തത് എന്ത് വേണമെങ്കിലും പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഈ ഒരു ടേം ഫിനിഷ് ആവുന്നത് വരെ നമുക്ക് ഗോൾഡിന്റെ പ്രൈസ് താഴോട്ട് വലുതായിട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത കുറവാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അടുത്ത 4 വർഷത്തിൽ ഗോൾഡിന്റെ പ്രൈസ് 3 ലക്ഷത്തിലോട്ട് പോകുമോ എന്നുള്ളതിന് ഉത്തരമില്ല. പക്ഷേ എന്തായാലും മുകളിലോട്ട് കൂടാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റുന്ന ഒരു തീരുമാനം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായി എഡ്വലപ്പിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.